നാലാമത്തെ സ്റ്റേജിൽ ക്യാൻസർ വന്നാൽ എന്താ ചെയ്യുക? ഡോക്ടേഴ്സ് സാധാരണ പറയുന്നത് വീട്ടിൽ കൊണ്ടുപോക്കോ, ചിലപ്പോൾ അവർ 1-2 മാസത്തിനുള്ളിൽ നിങ്ങൾ വിട്ടുപോകും. പക്ഷെ ഈ രോഗിയെ സംബന്ധിച്ചോളം മരണത്തെ പേടിച്ചിങ്ങനെ കഴിയുന്ന ഒരു അവസ്ഥ. പക്ഷെ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? പറ്റും. ഞാൻ അങ്ങനെ ഒരാളെ കുറിച്ചിട്ട് കേട്ടിട്ട് എന്റെ നാട്ടിൽ അവിടെ നിന്ന് മരുന്ന് കഴിച്ച അസുഖം മാറിയ പലരുണ്ട്. അപ്പോൾ അത് ഉള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അത് പോകാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസമുള്ള ചില ആളുകളെ കണ്ട് മിണ്ടി സംസാരിച്ചതിനെ വിളിച്ചിട്ടാണ് അവിടെ ചെന്ന് കാണാൻ സാധിച്ചത്. അവിടെ ചെന്നപ്പോൾ ഒത്തിരി പേര് അസുഖം മാറിയ ആളുകളുണ്ട്. കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അസുഖം മാറിയ ആളുകൾ. അതുപോലെ അവിടെ വേണമെങ്കിൽ അസുഖം മാറിക്കോ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം, അവിടെ 100 പേര് വന്നാൽ 50 പേർക്ക് ഉറപ്പായിട്ടും ക്യാൻസർ പൂർണ്ണമായിട്ടാണ് മാറുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അർബുദത്തിന് പ്രധാനമായിട്ട് ആയുർവേദത്തിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് എന്റെ അടുത്ത് നിൽക്കുന്നതാണ്. ഇതാണ് വേങ്ങൂരുള്ള ലീലാപ്പി തരിക എന്ന് പറഞ്ഞ ടീച്ചർക്ക് 25 വർഷം മുമ്പ് അല്ലേ, 25 വർഷം മുമ്പ് ക്യാൻസർ വന്നതാണ് കാസർഗോഡ്. അപ്പൊ നമ്മള് തകച്ച വൈദ്യരുടെ അടുത്ത് പോയി അസുഖം പൂർണ്ണമായിട്ട് ഭേദമായ ആളാണ്. അന്ന് എവിടെ ക്യാൻസർ വന്നത്? കുടലിനും ശ്വാസകോശത്തിനും. അതുപോലെ രക്ഷയില്ലാന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അതെ, എനിക്ക് എണിച്ചിട്ട് നിക്കാനോ എപ്പോഴും കിടക്കായിരുന്നു. അന്നത്തെ ഓർമ്മകൾ വെച്ച് പറയുകയാണെങ്കിൽ എത്ര ദിവസം മരുന്ന് കഴിച്ചു? 15 ദിവസം മരുന്ന് കഴിച്ചപ്പോഴാണ് എനിക്കൊരു വ്യത്യാസം. പിന്നെ മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ചു. എത്ര വർഷം കഴിച്ചു തുടർച്ചയായിട്ട്? 20 വർഷം കഴിച്ചു മരുന്നല്ലേ? 22 വർഷം കഴിച്ചു. എന്തായാലും വളരെ ഉപകാരപ്രദമായില്ല. മരിച്ചു പോകുന്നു തോന്നിയ സ്ഥാനത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റായിരുന്നു. ഇപ്പൊ അത് കാരണം ഇങ്ങനെ ശുശ്രൂഷിക്കാനും ഒക്കെ ഒരു അവസരം എനിക്ക് കിട്ടി. സാറിന്റെ വൈഫാണ് വേങ്ങൂര്. ഇവിടെ എല്ലാവർക്കും ഒരേ ട്യൂഷൻ പഠിക്കുന്ന സാറാണ്. അപ്പൊ നിലവില് ഇവിടെ ഞാൻ വന്നേക്കുവാണ്. അപ്പൊ നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരാളെ, അപ്പൊ എന്റെ നാട്ടുകാരാണ്, ഇവിടെ അറിയപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഇവരോട് ചോദിച്ചാൽ എല്ലാം കൃത്യമായിട്ട് പറയും. അപ്പൊ നമ്മളിത് കൃത്യമായിട്ട് ഫേക്ക് അല്ലാന്ന് ആളുകളെ ധരിപ്പിക്കണം. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമുക്ക് ഈ വൈദ്യരുടെ മരുന്നോ ചികിത്സയോ കാര്യങ്ങളോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് തോന്നിയില്ല? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ എണിച്ചു നിൽക്കൂല. എനിക്ക് 6 മാസത്തെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരുന്ന 6 മാസം കഴിഞ്ഞപ്പോ എനിക്ക് അസുഖം വീണ്ടും തുടങ്ങി. ഓപ്പറേഷൻ കഴിഞ്ഞ അമൃതയിലായിരുന്നു ഓപ്പറേഷൻ. അതും കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടും പിന്നെ എനിക്ക് എണിച്ചിട്ട് നിൽക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പൂർത്തിമുടിയിലെ ലീല എന്ന് പറയുന്നത്, അത് വൈദ്യരുടെ മരുന്ന് മേടിച്ചുകൊണ്ടിരുന്ന ആള് തന്നെയാ. അപ്പൊ അവരാണ് എനിക്ക് ആദ്യമായിട്ട് മരുന്ന് മേടിക്കാനും കൂടി പൈസ തന്ന് ഞാൻ വൈദ്യരുടെ മരുന്ന് മേടിച്ചത്. വൈദ്യരോട് എന്താ ടീച്ചർ പറയാനുള്ളത്? വൈദ്യരോട് എന്റെ നന്ദി സന്തോഷം അറിയിക്കണം. 25 വർഷം അല്ലേ തീർന്നു പോയിന്ന് കരുതി 25 വർഷം നീട്ടി തന്നത് വൈദ്യരുടെ മരുന്നുകൊണ്ടാണ്. ഞാനിപ്പോൾ അത് കാസർഗോഡാണ്. എന്റെ മുമ്പിലിരിക്കുന്നത് ക്യാൻസറിന് മരുന്ന് കൊടുക്കുന്ന തങ്കച്ച വൈദ്യർ എന്ന് പറഞ്ഞ ഒരാളാണ്. അർബുദത്തിന് പ്രധാനമായിട്ട് ആയുർവേദത്തിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് എന്റെ അടുത്ത് നിൽക്കുന്നതാണ്. ഇതാണ് അർബുദനാശിനി എന്ന് പറഞ്ഞ മരുന്നാണ്. ഇത് വിദേശിയാണ്. അപ്പോൾ നിലവിൽ തങ്കച്ചൻ വൈദ്യരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. വൈദ്യ ഒന്ന് പറഞ്ഞു എങ്ങനെയാണ്? നമുക്ക് ഈ ചെടി ഞങ്ങളുടെ വല്യച്ഛൻ മുഖേന നമുക്ക് കിട്ടിയതാണ്. നമ്മൾ കാത്ത് സൂക്ഷിക്കുന്നു. അത് സാധാരണ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പൈൽസ് രോഗങ്ങൾക്കും ബ്ലീഡിങ്, മറ്റേ അർബുദം, അതാണ് അല്ലേ, മുഴകൾ, പിന്നെ പൊട്ടിയൊഴുക, പിന്നെ ലിവറിലെ ക്യാൻസറിന്, പാൻകിരാസില്, അങ്ങനെ എല്ലാത്തിനും എല്ലാ ക്യാൻസറുകൾക്കും ഞങ്ങൾ ബേസിക് ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻ ഞങ്ങൾ അർബുദനാശിനി, ശതസഞ്ജീവനി എന്ന് പറയുന്ന 100 മരുന്നുകളുടെ കൂട്ട്, അത് ഞങ്ങൾ കൊടുക്കുന്നത് അർബുദനാശിനി ചേർത്തുള്ളതാണ്. അതിന് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഇത് അതുപോലെ തന്നെ കൊടുക്കുന്ന ആൾക്ക് ഹാർട്ടിന്റെ ബ്ലോക്ക് വരെയും പോകുന്നു. ഹാർട്ടിന്റെ ബ്ലോക്കും പോകും. അത് കോട്ടയത്തൊരു നമ്മുടെ ഒരു ആളെന്നെ വിളിച്ചു, ഹാർട്ടിന്റെ ബ്ലോക്കാണ്, ഇനിയും 10% അടയാനുള്ളൂ, ബാക്കിയെല്ലാം അടഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഞങ്ങൾ മരുന്ന് അയച്ചു കൊടുത്തു. അദ്ദേഹം നല്ല റബ്ബർ ടാപ്പ് വരെ ചെയ്യും കഴിഞ്ഞ വർഷം. അതല്ലേ? അപ്പം അങ്ങനെയാണ്. ഇവിടെ പുറത്തുനിന്ന് ഒരാൾ വരികയാണ്, ഇങ്ങനെ മാറിയ ആൾക്കാർ 1, 2, 3 പേര് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണം ഉള്ളതാണെന്നോ. സ്വാഭാവികമായിട്ടും ക്യാൻസർ മാറാന്ന് വെച്ചാൽ അസംഭവകരമായിട്ടൊരു കാര്യമാണ് പൊതുവെ പുറത്തുള്ള ആളുകൾ. അപ്പൊ അങ്ങനെ നിങ്ങൾ അവരെ 1, 2 പേരൊക്കെ പരിചയം, ആരെങ്കിലും വന്നാൽ ഇവിടെ വന്നാൽ ചുമ്മാ റോഡിൽ കൂടെ പോയി വിളിച്ചു പറയുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നാലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. നമുക്ക് ആ ഒരു വിഷയം അവർ തന്നെ പറയുന്നുണ്ടല്ലോ. ചിലർക്ക് ഒരു നാണക്കേട്, ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതിൽ നാണക്കേടുണ്ടാവും, അല്ലെങ്കിൽ സെർവിക്സിൽ, അങ്ങനെ പല ഇത്. അപ്പം
അല്ലെങ്കിൽ ധൈര്യമായി പറയുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തുള്ള പോലെ അസുഖന്മാർ കാര്യം പറയാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്കിലും ഒത്തിരി പേര് വളരെ ഇദ്ദേഹത്തെ ദൈവത്തെ പോലെ കണ്ട് മുന്നിട്ട് വന്ന് സംസാരിച്ച ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരിക്കൽ വരുന്നത് കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഏകദേശം ആൾ വന്ന് മരുന്ന് വാങ്ങിപ്പോകും. അപ്പോൾ അവരൊക്കെ സൗഖ്യമുള്ളത് കൊണ്ടാണല്ലോ വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ 165 തരം ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 165 തരം ക്യാൻസർ ഇതിനെല്ലാം ഒരു മരുന്നാണ് കൊടുക്കുന്നത്, അതോ വ്യത്യസ്തമാണ്? പറഞ്ഞുതരാം. ഈ മരുന്നിനെല്ലാം നമ്മൾ കൊടുക്കുന്ന ശരീര ശുദ്ധീകരണം, നമ്മുടെ ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് ശരീരം ശുദ്ധി ചെയ്യുക, വയറ് ശുദ്ധി ചെയ്യുക. അപ്പം ഞങ്ങളുടെ മെഡിസിന് അത് 2 മെഡിസിൻസുകൾ ബേസിക്കാണ്. ബാക്കിയുള്ളത് ഓരോരുത്തരുടെ ഏത് അവയവങ്ങൾ, ഇപ്പം ബോണിനാണെങ്കിൽ അതനുസരിച്ച് മാറ്റം ചെയ്യും, ഗുളികളും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റും. അങ്ങനെ ഓരോ ഭാഗത്ത് പറ്റി ശ്വാസകോശത്തിനാണെങ്കിൽ ഞങ്ങളുടെ കഷായം മാറ്റും, മരുന്ന് വ്യത്യാസമുണ്ട്. ലിവറിനാണെങ്കിൽ അത് വ്യത്യാസമുണ്ട്, പിന്നെ രക്തത്തിലാണെങ്കിൽ അത് വ്യത്യാസമുണ്ട്, തലച്ചോറിലാണെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യസ്ത മരുന്നുകളും ബേസിക് മെഡിസിനും ഒന്നിച്ചാണ് പോകുന്നത്. ഇത് ഈ ചികിത്സയുടെ ചെലവ് പൊതുവെ സാധാരണക്കാരെ സംബന്ധിച്ചോളം ചില എടുത്താൽ പോകുന്ന ഒരു ഭാണ്ഡക്കെട്ടാണ് അസുഖം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു കുടുംബം തകരാൻ കാരണക്കാരനാണ് ഒരു അസുഖം. അപ്പോൾ അവനിവിടെ ചികിത്സയ്ക്ക് വന്നാൽ ഏത് രീതിയിലായിരിക്കും അവന് ചാർജ് വരിക? കാരണം ഇന്ന അസുഖത്തിന് ഇന്ന ക്യാൻസറിന് ഭയങ്കര ഒരു ചാർജ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഇന്ന അങ്ങനെ ഉണ്ടോ? അതിൻ്റെ അവസ്ഥ ഞാൻ പറയാം. ഇപ്പം കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയ്ക്ക് വടകര 2-3 രോഗികൾ വന്നു വടകര. അപ്പോൾ അവരെല്ലാം 1 മാസം 1.5 മാസമായിരിക്കായിരുന്നു ക്യാൻസറിൻ്റെ ഒന്ന് പരിശോധിച്ച റിപ്പോർട്ടുമായിട്ട് വന്നു. അപ്പോൾ അവർക്ക് ആകെ 2 മാസം മരുന്ന് വെച്ചപ്പോൾ തന്നെ അവർക്കത് നോർമലായി. ഇപ്പം അവർ മരുന്ന് കഴിക്കുന്നത് അപ്പം ചെറിയ പൈസ എന്ന് വെച്ചാൽ 5000 രൂപ താഴെ മാത്രമേ അവർക്ക് ചിലവ് വരുന്നുള്ളൂ. ആ സ്ഥാനത്ത് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും ബാധിച്ചിട്ട് പിന്നെ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ഉപേക്ഷിച്ച് ഒരു ചവറായി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വെള്ളം പോലും ഇറങ്ങാത്തൊരവസ്ഥയുള്ള മനുഷ്യനെ രക്ഷപ്പെടുത്താൻ എല്ലാ മരുന്നുകളും ഉപയോഗിക്കേണ്ടി. കാരണം ഏതൊക്കെ ഭാഗത്ത് ബാധിച്ചിട്ടുണ്ടോ അതെല്ലാം ബേസ് ചെയ്ത് മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ കൊടുത്താൽ തന്നെ ഏറ്റവും കൂടിയാൽ 1 മാസത്തെ മെഡിസിൻ കൂടിയാൽ ഒരു 20,000-ന് മേലെ ചിലവ് വരും, അത്രയും കൂടിയ കേസിന്. ബാക്കി 10 പേരും 5 പേരും 8 പേരും 7 പേരും 4000 ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ നാട്ടിൽ തന്നെ പിന്നെ 2 പേരെ വിളിച്ചു ചോദിച്ചു. അതിന് ഒരാളെ എനിക്ക് മോശം അഭിപ്രായം പറഞ്ഞു, ഒരാളെ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അയാൾ ഭാര്യയും ഭർത്താവും ക്യാൻസറായിരുന്നു. അവരെന്നിട്ട് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് നമ്മുടെ മരുന്ന് മേടിച്ച് സുഖപ്പെട്ട ആൾക്കാരുണ്ട്. അവർ പറഞ്ഞ് വീണ്ടും വന്നപ്പം ഒരു 4000 രൂപയുടെ മരുന്ന് ഞാൻ 2 പേർക്കുള്ള ക്യാൻസറിൻ്റെ മരുന്ന് കൊടുക്കും. കാരണം അത്രയും നിവൃത്തിയില്ലാത്ത പാവങ്ങളാണ്. അവർ 2 പേരും ഒന്നിച്ച് മരുന്ന് കഴിച്ചു. അവർ ഇപ്പോൾ സുഖപ്പെട്ട് അവർക്ക് ക്യാൻസർ ഇല്ലൊന്നുമില്ല. ആകെ ചെലവായ പൈസ അവർക്ക് അത്രേ ഉള്ളൂ. അപ്പം പക്ഷെ പഥ്യവും കാര്യങ്ങളും മറ്റും എല്ലാവരും ഒരേപോലെ മുന്നോട്ട് പോകുന്നു. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അത് ഒരു ഫിക്സഡ് റേറ്റ് ഇല്ല, ഞാനൊരു എല്ലാവർക്കും ഒരേ മരുന്നല്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പോൾ ആ ചോദ്യം ബുദ്ധിമുട്ടാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് തന്നെ പറയണം. ഒരു ക്യാൻസർ പേഷ്യന്റ് തീരെ സാമ്പത്തികമായിട്ട് വശമില്ലാത്ത ഒരാളാണ്, ഞാൻ അവരോട് എന്നാ പറയും? ക്യാൻസർ പേഷ്യൻസ് തീരെ വശമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ സാധാരണ പഞ്ചായത്ത് മെമ്പർമാരുടെ അങ്ങനെയുള്ളവരുടെയൊക്കെ പിന്നെ കത്ത് കൊണ്ടുവരണമെന്ന് പണ്ട് പറയുമായിരുന്നു. കാരണം ഞങ്ങളെ ഒത്തിരി പറ്റിച്ചപ്പം. പിന്നീട് ഞങ്ങൾ കാണുമ്പം ശരിയാണെന്ന് തോന്നിയാൽ ഞങ്ങൾ ആരെയും ഇന്ന് വരെ പൈസ ഇല്ലാത്തത് കൊണ്ട് വെറുതെ വിട്ടിട്ടില്ല. അവർ സ്വയം പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ കുറച്ചെങ്കിലും അവർക്ക് മരുന്ന് കൊടുത്തേ വിടാം. ഇതിപ്പോൾ 2024 അതെ. ഈ ഒരു വർഷം എത്ര പേർക്ക് സുഖമായിട്ടുണ്ടോ? ഈ ഒരു വർഷം ഇപ്പോൾ ഒരു 1000 ഒന്നും അല്ല. സാധാരണ ജോലിയിലേക്ക് തിരിച്ചു പോരുന്നുണ്ട്. 6 മാസം 7 മാസം കഴിയുമ്പോൾ അല്ലേ അവർ സാധാരണ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ. ഏകദേശം എത്ര പേര്? 1000 പേര് സുഖമായിട്ടുണ്ടെങ്കിൽ നോർമലി 14 പേര് വന്നിട്ടുണ്ടാവണം. ഇവിടെയും വടകരയുമാണ്. ഇല്ല, 1000 പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് വടകര ഏണ്ട് 30,000 അടുത്താവുന്നു. അവിടുത്തെ ഫയലുണ്ട് അവിടെ വന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഏകദേശം അത്ര തന്നെ വരാം, 30,000 തന്നെ. ആദ്യ കാലങ്ങളിൽ ഞാൻ വീട്ടിൽ തന്നെ ചില ചെയ്യുമ്പോൾ ഫയലൊന്നുമില്ല, മരുന്ന് കൊടുക്കും. അപ്പൊ ആളുകൾ മേടിച്ചുകൊണ്ട് പോകും. അതാ ഞാൻ പറഞ്ഞ അങ്കമാലി ഒരു തോമസ് ചേട്ടൻ ആ മരുന്ന് കൊടുത്തു വിട്ടു. അത് ഞാൻ പേപ്പർ എഴുതി കൊടുക്കും, അവിടെ കൊണ്ടുപോയി കഴിച്ചു. പുള്ളി ഈ അടുത്ത കാലം വരെ ഒരു കുഴപ്പമില്ല. അടുത്ത 10-24 വർഷമായി. പിന്നെ അത് ഞാൻ പറഞ്ഞ മറ്റേ ടൈറ്റസിന്റെ അമ്മ, അതും 10-25 വർഷമായി. അങ്ങനെ 10-20 വർഷത്തിന് മേലെയുള്ള ഒരുപാട് പേരുണ്ട്. ഈ കാസർഗോഡ് ഒക്കെ ഉണ്ട്, ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ ഉണ്ട്. ഈ അസുഖത്തിന് നമ്മൾ മരുന്ന് കഴിച്ച് ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇല്ല. നമുക്ക് പരമാവധി ഒരാൾ മാത്രം 3.5 വർഷം അല്ലേ, ഒരാൾ മാത്രമേ ഞങ്ങൾ ഇതുവരെ ചികിത്സയിൽ 3.5 വർഷം മരുന്ന് വെച്ചിട്ടുള്ളൂ. പിന്നെ 2 വർഷം, ഇപ്പം ലിവർ കംപ്ലൈൻറ്റ് വന്ന 2 വർഷം, പിന്നെ അത്രയും സീരിയസ് ആയ
പിന്നെ ബാക്കിയുള്ളവരൊക്കെ കൂടി ഒരു 10 മാസം അല്ലെങ്കിൽ 2 മാസം 2 വർഷമൊക്കെ കൊണ്ട് അവർ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. അപ്പോൾ എന്നും ഒരേ പൈസയല്ല, അതും പറയാം. നമ്മൾ ആൾ നോർമൽ ആയി കഴിഞ്ഞാൽ പിന്നെ അസുഖം കുറയുന്നതനുസരിച്ച് മരുന്നുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾക്ക് ഗ്യാസിൻ്റെ അസുഖമുണ്ട്, വേദനയുണ്ട്, വേദന പറഞ്ഞാൽ വേദനയുടെ ഗുളിയുടെ ആവശ്യമില്ല, ഗ്യാസിൻ്റെ മരുന്നിൻ്റെ കാര്യമില്ല, അങ്ങനെ ഓരോന്നും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി എപ്പിസോഡ് കാണുമ്പോഴേക്കും